കൂത്തുപറമ്പ് മവ്വേരി ഓലൈക്കര തോടിനടുത്തൂടെ നടക്കുന്നവർ മൂക്കുപൊത്തി വേണം ഈ വഴി കടന്നു പോകാൻ. തൊട്ടടുത്തെ ക്വാർട്ടേഴ്സിലെ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ഒഴുകുന്നത് ഈ തോട്ടിലൂടെയാണ്. വേനൽക്കാലത്ത് വെള്ളം വറ്റിയതോടെ നിലവിൽ തോട്ടിലൂടെ ഒഴുകുന്നത് മാലിന്യം നിറഞ്ഞ വെള്ളം മാത്രമാണ്. കൊതുക് ശല്യം ഉൾപ്പെടെ രൂക്ഷമായതോടെ കോട്ടയം ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് നാട്ടുകാർ. ഒരു കാറ്റടിച്ചാൽ മൂക്ക് പൊത്താതെ വീട്ടിൽ പോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇതാണ് കൂത്തുപറമ്പ് മവ്വേരിയിലെ തോടിനടുത്തുള്ള നിരവധി കുടുംബങ്ങളുടെ നിലവിലെ ജീവിത സാഹചര്യം. തൊട്ടടുത്തുള്ള കുടീരിയൽ ക്വാർട്ടേഴ്സിലെ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ഒഴുക്കിവിടുന്നത് എരുവട്ടി തോട്ടിലേക്ക് ചെന്നെത്തുന്ന ഓലായിക്കര മവ്വേരി തോട്ടിലൂടെയാണ്. 10 വർഷം മുൻപ് പണിത ക്വാർട്ടേഴ്സിൽ 4 കുടുംബങ്ങളാണ് നിലവിൽ താമസിച്ചു വരുന്നത്. ക്വാർട്ടേഴ്സിന്റെ കക്കൂസ് കുഴി ഉൾപ്പെടെ നിർമ്മിച്ചത് തോടിനോട് ചേർന്നാണ്. വേനൽ കടുത്തതോടെ തോട്ടിലെ ഒഴുക്കും വെള്ളവും വറ്റിയെങ്കിലും മാലിന്യം പേറുന്ന വെള്ളം മാത്രം നിരന്തരം പുറത്തേക്ക് തള്ളുന്നു. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലമാണിത്. ദുർഗന്ധം കാരണം മൂക്കുപൊത്തിയാണ് ഇവിടെയുള്ളവർ കഴിയുന്നത്. കോട്ടയം ഗ്രാമപഞ്ചായത്തിൽ നിരവധി തവണ പരാതി നൽകിയതായും വേണ്ട നടപടി ഉടൻ കൈക്കൊള്ളുമെന്നാണ് പ്രതീക്ഷയെന്നും അയൽവാസിയായ ബാബു പറയുന്നു. ഇത് തോട് കാര്യം കാലകാലമായിട്ടുള്ള ഒരു തോടാണ്. ഈ തോട്ടിൽ സ്ഥിരമായിട്ട് നല്ല വെള്ളം ഒഴുകുന്നതാണ്. ഈ ക്വാർട്ടേഴ്സ് ഇപ്പോൾ ഇവിടെ വന്നതിൻ്റെ ഒരു 5-10 വർഷമായി. ക്വാർട്ടേഴ്സ് വന്നത് മുതൽ ഇവിടുത്തെ കക്കൂസ് ടാങ്കി ഈ മുറ്റത്താണ് നിൽക്കുന്നത്. തോട്ടിൻ്റെ സൈഡിൽ അത് കക്കൂസ് ടാങ്കിൽ നിന്ന് വെള്ളം തോട്ടിലേക്ക് വരുന്നു. അത് ഉടമയോട് എത്ര പറഞ്ഞിട്ടും ഉടമ അത് പരിഹാരം കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കര ദുർഗന്ധവും ഇവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത്. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണണമെന്ന് ബന്ധപ്പെട്ടവരോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. തോട്ടിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് കൊതുകുകൾ വളരാനും കാരണമാകുന്നുണ്ട്. മാത്രമല്ല, ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവർ പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുന്നതും സ്ഥിരമായതോടെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. കെട്ടിട ഉടമയോട് നിരന്തരം പരാതികൾ പറഞ്ഞെങ്കിലും ഒരു ഫലവും കാണാതായതോടെയാണ് പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചത്. വരും നാളുകളിൽ നടപടികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ ദേശത്തുള്ളവർ. ന്യൂസ് സൈറ്റ് കൂത്തുപറമ്പ്.